ഗൗതം അനന്തനാരായണൻ ഇനി എന്ത് തെളിവാണ് CJP സിന്ദാബാദ് വിളിച്ചവർക്ക് മുന്നിൽ വയ്ക്കേണ്ടത്? കൃത്യമായ അജണ്ട വ്യക്തമാക്കുന്നതല്ലേ ഈ കണ്ടെത്തലുകൾ? ഈ ജന്തർ മന്ദറിൽ ഈ പാറ്റകൾ സമരം തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപക്ഷെ നമ്മൾ ഒഴിച്ചുള്ള മാധ്യമങ്ങൾ ജനൻ TV ഈ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിനൊരുപാട് സൈബർ ആക്രമണം ജനൻ TV നേരിട്ടു. ഒരുപാട് പേർ ഇതുപോലുള്ള അടുപ്പ് കൂട്ടി ചർച്ച നടത്തി നമ്മളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു. ചില വിലാപങ്ങളുമുണ്ട്, അതൊക്കെ രഞ്ജിത്ത് പറയും. അപ്പോൾ എന്താണ് ഈ സമരത്തിനകത്ത് പ്രതിഷേധം നമുക്ക് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജന്തർ മന്ദർ എന്ന് പറയുന്നത് തന്നെ സമരത്തിന്റെ കേന്ദ്രമാണ്. പല സ്വഭാവത്തിലുള്ള സമരങ്ങൾ അവിടെ നടക്കാറുണ്ട്. അതിനെ കേന്ദ്ര സർക്കാർ എതിർത്തിട്ടില്ല, ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ എതിർത്തിരുന്നില്ല. പക്ഷെ അന്ന് തന്നെ കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് IB പോലെയുള്ള ഏജൻസികൾ, മിലിറ്ററി ഇൻ്റലിജൻസ്, ഇത്തരം ഏജൻസികൾ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം, ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബംഗ്ലാദേശ് മോഡൽ ശ്രീലങ്കയിൽ കണ്ടതുപോലെ, മ്യാൻമാറിൽ കണ്ടതുപോലെ, നേപ്പാൾ അടുത്തിടെ ഉണ്ടായതുപോലെയുള്ള വലിയ ഒരു കലാപം, പ്രത്യേകിച്ച് ഭരണകൂടത്തിനെതിരെ ഒരു കലാപം നടത്തിക്കൊണ്ട് ഇവിടെ ഒരു അട്ടിമറി നടത്തുക, അത്തരം ഒരു നീക്കം ഈ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്കുണ്ട് എന്നല്ല പറയുന്നത്. പക്ഷേ അതിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അത്തരം ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് കേന്ദ്ര ഏജൻസികൾ പലതവണ പറഞ്ഞതാണ്. കേരളത്തിൽ ഈ വസ്തുത മാധ്യമം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ജനം TV മാത്രമാണ് വിഷ്വൽ മീഡിയയിൽ ഈ വസ്തുത ആളുകൾക്ക് മുന്നിലേക്ക് പറഞ്ഞത്. ഇത് നമ്മൾ പാറ്റ എന്ന് പറയുമ്പോൾ പാറ്റയൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് വലിയ വിഷജന്തുക്കൾ അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇവർ വിഷം ചീറ്റാൻ പോവാണ് എന്ന കാര്യം നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് യാഥാർത്ഥ്യമായി. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ നടന്ന സമരത്തിൻ്റെ സ്വഭാവം ഒരു ദിവസം മാറുകയും CRPFനെ ആക്രമിക്കുന്നു, വനിതാ മാധ്യമ പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കീറാൻ ശ്രമിക്കുന്നു, മുടിക്ക് ചുരുട്ടി എറിയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ ആക്രമണങ്ങൾ അവിടെ അക്രമകാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതുകൂടാതെ കേരളത്തിൽ നിന്ന് അവിടെ ഈ സമരത്തിന് പോയ ഒരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാനം ആ ചെറുപ്പക്കാരൻ ജനൻ TVക്കെതിരായിട്ട്, ഡൽഹി ബ്യൂറോ ചീഫിനെതിരായിട്ട്, ശ്രീകാന്തിനെതിരായിട്ട് തിരിച്ച് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇയാൾ തന്നെ ഇയാളുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ സമരത്തിൻ്റെ ഉദ്ദേശം മാറുകയാണ്, ഈ സമരം കൈവിട്ടു പോവുകയാണ്, സാമൂഹിക വിരുദ്ധന്മാർ, പോക്സോ കേസിലെ പ്രതികൾ മുതൽ നാട്ടിലുള്ള കൊള്ളാത്ത അവന്മാർ മുഴുവൻ ഇതിലേക്ക് വലിഞ്ഞു കയറുന്നു, ഇത് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിക്ക് അപ്പുറത്തേക്ക് ഈ സമരം കൈവിട്ട് പോകുകയാണെന്ന് ഇയാൾ തന്നെ, ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത്. ആ വീഡിയോ നമ്മൾ വാർത്തയാക്കിയപ്പോൾ നമ്മളെ വിമർശിച്ചുകൊണ്ട് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് സംഭവം? കഴിഞ്ഞ ദിവസം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആരാണ്? പഞ്ചാബിലെ പോലീസാണ്. ഗുജറാത്തിൻ്റെ പോലീസല്ല, UP പോലീസല്ല, പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ഈ പാറ്റ സമരത്തെ അനുകൂലിക്കുന്ന ഒരു സർക്കാർ സംവിധാനമുള്ള സ്റ്റേറ്റാണ് പഞ്ചാബ്. ആ പഞ്ചാബ് പോലീസാണ് പറയുന്നത്, നോക്കൂ, പാകിസ്ഥാൻ്റെ ചാരസംഘടനയായിട്ടുള്ള ISI ഇതിൽ നുഴഞ്ഞു കയറുകയും ബോധപൂർവമായി നമ്മുടെ നാഷണൽ ക്യാപിറ്റലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും ആം ആദ്മി പാർട്ടിയുടെ കീഴിലുള്ള പഞ്ചാബ് പോലീസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മലയാളം മാധ്യമങ്ങളോട് ആരാണിത് വിശദീകരിക്കേണ്ടത്? ഇത് ഗുജറാത്ത് പോലീസല്ല. ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോഴാണല്ലോ ഇവിടെ ഹാലടക്കം. ഉത്തർപ്രദേശും അല്ല, ആരാണ്? പഞ്ചാബിൻ്റെ പോലീസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിത് ആദ്യം മുതൽ പറയുന്നുണ്ട്, ഈ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇത് പറയുന്നുണ്ട്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രത്തോട് കൂറുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ കിടന്ന് കുറേ ആളുകൾ എന്തൊക്കെയോ വിളിച്ചു കൂകുകയായിരുന്നു. നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി യാഥാർത്ഥ്യമായിരിക്കുന്നു. പാറ്റ സമരമല്ല പ്രശ്നം, മറിച്ച് ആ സമരത്തെ ഹൈജാക്ക് ചെയ്ത് ഇവിടെ ബംഗ്ലാദേശും ശ്രീലങ്കയും ആവർത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കലാപകാരികൾ നടത്തി, പാകിസ്ഥാന്റെ ചാരസംഘടന നടത്തി. അതിന് തെളിവുകൾ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കാര്യം വലിയ വാർത്തയാക്കുന്നില്ല കേരളത്തിൽ എന്നതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ശരി, ഗൗതമിലേക്ക് മടങ്ങിയെത്താം.